ഓടക്കുഴലേക്ക് 3 തരത്തിലുള്ള ഓടക്കുഴലുകൾ. അയ്യോ അത് കൃഷ്ണന്റെ അല്ലല്ലോ ആണോ? കൃഷ്ണൻ ശ്രീകോവിലിന്റെ മുന്നിൽ ശ്രീകോവിലിന്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനം. അതെല്ലേ, ശ്രീകോവിലിന്റെ ഉള്ളിലുണ്ടായിരുന്ന സാധനം. ശ്രീകോവിലിന്റെ 4 പുറത്തായിട്ട്. നല്ല സർപ്രൈസ് ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റിയ ഭാഗ്യമുള്ള സംഭവമാണ് ഇത്. അതെ, ഇത് ആദ്യ കാലത്തെ പഴുക്കാമണ്ഡപമാണ്. അതെ, ഉപയോഗിച്ചിരുന്ന പുരാതന അതെ. DR ഗുരുവായൂരിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോ തൃശ്ശൂർ എക്സിബിഷൻ കാണാനാണ്. അപ്പൊ തൃശ്ശൂർ എക്സിബിഷന് 3 വീഡിയോസ് നമ്മൾ മുന്നിട്ടുണ്ട്, പാർട്ടായിട്ട്. അപ്പൊ അതിനോടനുബന്ധിച്ച് തൃശ്ശൂർ എക്സിബിഷനിൽ ആൾക്കാരെയൊക്കെ ആകർഷിച്ച് ഫോട്ടോസും വീഡിയോസും സെൽഫി പോയിന്റ് ആയിട്ട് മെയിൻ ആയിട്ടുള്ളത് അവസാനത്തിൽ എത്തുമ്പോൾ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലുള്ള പുരാതനമായിട്ടുള്ള കുറെ സംഭവം ഉണ്ടല്ലോ. അതും മാത്രമല്ല, സ്പെഷ്യൽ ആയിട്ട് എന്താ വെച്ചാൽ ഞാനിവിടെ വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ നമ്മുടെ ഗുരുവായൂർ അമ്പലത്തിലെ ഗരുഡൻ ഉണ്ടല്ലോ, ഇപ്പൊ പുതിയ ഗരുഡൻ വെച്ചിട്ടുണ്ട്. മറ്റേ ഭാഗത്തായിട്ട് മറ്റേ പഴയ ഗരുഡൻ വെച്ചിട്ടുണ്ട്. അതേ രൂപത്തില് അതും അടിപൊളിയാണ്. കറക്റ്റ് അതേ വലിപ്പ സംഭവം. അവിടെ ആൾക്കാർ ഫോട്ടോ എടുക്കണം, ആൾക്കാർ ഞെട്ടിപ്പോ. ആദ്യം പറഞ്ഞു തൃശ്ശൂർ എക്സിബിഷൻ കാണാൻ വേണ്ടി വന്നപ്പോ തന്നെ ഇതാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഇപ്പൊ ഉള്ളത് അല്ലേ എക്സിബിഷനായിട്ട്. അപ്പൊ നമുക്ക് ദേവസ്വത്തിൽ വെച്ചിട്ടുള്ള ഐറ്റംസുകളൊക്കെ അതൊക്കെ ഒരുപാട് പുരാതനമായിട്ടുള്ള ഐറ്റംസുകളാണ്. അപ്പൊ അതൊക്കെ എന്താണ് നമുക്കൊന്ന് കയറി നോക്കാം. അതുപോലെ തന്നെ ഈ കണ്ടില്ല, ഈ സ്ഥലം നോക്കിയേ, അമ്പലത്തിന് ടൈപ്പ് ടച്ചപ്പ് ആയിട്ടുള്ള സംഭവം ഉണ്ടാക്കിയിരിക്കുന്നത്. ചുമർ ചിത്രങ്ങളാണ് പഴയത്. അപ്പൊ അതൊക്കെ മ്യൂറലൊക്കെ ചെയ്തിട്ടില്ല. അപ്പൊ അതൊക്കെയാണ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് കാണാന്ന് പറഞ്ഞൊരു പ്രത്യേക ഇൻട്രസ്റ്റിംഗ് ആണ്. പിന്നെ ഫൈബറിലാട്ടോ, അമ്പലത്തിന്റെ ഒരു രീതിയിൽ സൂപ്പറായിട്ട് ഞാൻ പറഞ്ഞ ഗരുഡൻ ധർമാക്കോൾ തന്നെയാട്ടോ. അത് അവിടെ ഉണ്ടാക്കിയ ഒരു മാതൃക അതേപോലെ തന്നെയുള്ള അടിപൊളി. അപ്പൊ നമുക്ക് കാഴ്ചകളൊക്കെ കാണാം. ഞാൻ അവിടെ നിന്ന് പറഞ്ഞ പോലെ തന്നെ ഇവിടുന്നാണ് നമ്മുടെ ഗുരുവായൂര് മുൻപുണ്ടായിരുന്ന ഗരുഡനെ പോലെയുള്ള അതേ ഗരുഡൻ, അതായത് വെങ്കല ഗരുഡൻ അല്ല, മറ്റേ കുറച്ചൊരു പണ്ടത്തെ ഉണ്ടായിരുന്ന ഗരുഡൻ, അതിന്റെ അതേ മാതൃകയാണ് ധർമാക്കോളിൽ ഇവിടെ ഫ്രണ്ടിലായിട്ട് വെച്ചിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടെ പറഞ്ഞല്ലോ. അപ്പൊ നമുക്ക് അകത്തുള്ള സംഭവങ്ങളെല്ലാം കാണാം. എക്സൈറ്റഡ് അല്ലേ വെച്ചാൽ അകത്തുള്ള സംഭവങ്ങളൊക്കെ ഒന്ന് കാണാം. അപ്പൊ നമ്മുടെ ഇവിടെയാണ് എൻട്രി എന്ന് പറയുന്നത്. ഫ്രീ ആണ് ഇവിടെ കാണാൻ സംഭവങ്ങളൊക്കെ. ഗുരുവായൂരമ്പലത്തിൽ എല്ലാം ഉണ്ട് കേട്ടോ, എല്ലാ സംഭവങ്ങളും. ആനയുടെ ഒക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ, ആനയുടെ ഒക്കെ ഉണ്ടാക്കിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അതെ അതെ, അമ്പലത്തിൽ കാണാം. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതെ, നല്ല രസം. അത് ഈ കാണുന്നതൊക്കെ അമ്പലത്തിലുള്ളതാട്ടെ. ഗുരുവായൂർ അമ്പലത്തിലെ പുരാതനമായിട്ടുള്ള സംഭവങ്ങളാണ് ഈ കാണുന്ന മൊത്തം. ഇതുപോലത്തെ ശംഖുകളാട്ടാ, ശംഖുകളുണ്ട്, വിവിധ തരം ശംഖുകൾ. അയ്യോ, പലമ്പരി ശംഖിന്റെ മുകളില് മ്യൂറൽ ചെയ്തൊക്കെ. ഓ എന്ത് ഭംഗി, എന്ത് വലിപ്പല്ലേ, നല്ല ഭംഗി. ആ ശംഖുക്ക് നമ്പർ 50-ാമത്തെ. ഇതൊക്കെ അവിടെ ഉള്ളതാണ് പുരാതനമായിട്ട്. ഇതൊക്കെ എന്ന് വെച്ചാൽ കാണാൻ പറ്റുന്ന പറഞ്ഞാൽ വലിയൊരു. അതുപോലെ തന്നെ നമ്മുടെ ഈ പല പല പുരാതന ചരിത്രപരമായിട്ടുള്ള സിനിമയിലും കാണാൻ വിളക്ക് കുറെ തിരിയിട്ടുള്ള വിളക്ക് ഉണ്ടല്ലോ. എന്ത് ഭംഗിയാ കാണാൻ, വിളക്ക് പോലത്തെ. പിന്നെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ കാണുന്ന വിഗ്രഹങ്ങളൊക്കെ, അത് ഈ അമ്പലത്തിനകത്ത് നമ്മുടെ റൗണ്ട് ഉണ്ടല്ലോ, ആ ഭഗവാൻ റൗണ്ട്, ആ റൗണ്ടിലേക്ക് മഹാദേവന്റെ അവിടെ ഒക്കെ ഉണ്ടാവും. ശ്രീകോവിലിന്റെ അവിടെ തന്നെ പണിതിട്ടുള്ള അമ്പലത്തിലും ഉണ്ട്. അകത്തായിട്ട് ഏറ്റകത്ത് ആലമ്പലത്തിനകത്ത് അതേപോലത്തെ സംഭവങ്ങളൊക്കെയാണ് പണ്ടത്തത്. ഗജലക്ഷ്മിക്ക് അതന്നെ ഇത് നമ്മുടെ പൂന്താനം ഇല്ലത്തിന് കിട്ടിയിട്ടുള്ള മൃദംഗ കുറ്റിയാട്ടത്. പൂന്താനം ഇല്ലത്തിന്. അപ്പൊ എത്ര വർഷം പഴക്കണ്ടാവും മൃദംഗ കുറ്റിക്ക്. ഭംഗിയ കുട്ടിയാണ്, എന്ത് രസാ നോക്കി. ആ മ്യൂറൽ പെയിന്റ് നോക്കി എത്ര വർഷം കഴിഞ്ഞാലും മ്യൂറൽ പെയിന്റ് എല്ലാം സൂപ്പറായിട്ട് കേട്ടോ. അതെ അതെ, എല്ലാം ഉണ്ട് ഇവിടെ, എല്ലാ സംഭവങ്ങളും അടിപൊളി. വെങ്കല ശില്പങ്ങള്, വെങ്കലം കൊണ്ട് ഭൂദേവി, വിഷ്ണു, ശ്രീദേവി, 3 പേരുണ്ട്. അതെ, ഭൂദേവി, വിഷ്ണു, ശ്രീദേവി. അടിപൊളി. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഇത് ആളുടെ പാട്ടുണ്ടല്ലോ. നോക്കിയേ, ഗരുഡന്റെ വെങ്കലത്തിലുണ്ടാക്കിയതാണ്. എന്ത് സ്റ്റൈൽ നോക്കിയാൽ നമ്മൾ ഈ മറ്റേ ഇതിലൊക്കെ കാണില്ല, എന്തിനെ പിടിക്കാൻ വേണ്ടി നിൽക്കണ പോലെ അടിപൊളിയായിട്ട് നല്ല രസമുണ്ട്. നമ്മുടെ മഞ്ഞളാൽത്തറയിൽ ഉണ്ടാക്കിയിട്ടുള്ള അതിന്റെ മാതൃകയാണത്. ചെറുത് ഇതിന്റെ മാതൃക ആവട്ടെ ചിലപ്പോ, അങ്ങനെയാവാം. അതുപോലെ തന്നെ ഇതൊക്കെ എത്രയോ വർഷം കാലപ്പഴക്കം വന്നിട്ടുള്ള പ്രതിമകളാണ്. കണ്ടോ? അതെ അതെ. വള്ളം നോക്കിയാ, നമ്മുടെ വെള്ളം നോക്കിക്ക്, വള്ളം കളിക്ക് ഉപയോഗിക്കുന്ന വെള്ളം. ഇത് കണ്ടപ്പോ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു വള്ളംകളിയില്ല, നമ്മുടെ വള്ളംകളി ഇവിടെ വള്ളംകളി
ആറന്മുള വള്ളംകളി അങ്ങനെ കുറെ സ്ഥലത്തുണ്ട് വള്ളംകളി. ആറന്മുളം വള്ളംകളി നമ്മൾ കാണാൻ പോകുന്നുണ്ട് ഇപ്രാവശ്യം. അതെ. അതെ എന്ത് റിസ്ക് എടുത്താലും പോയിരിക്കും. അതെ അതെ. പിന്നെ കണ്ടില്ലേ മൊത്തം ആനയൊക്കെ ചവിട്ടണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ. ആന ചവിട്ടി മെതിക്കണത് ചിലപ്പോ അവര് കളിക്കണതാവും, ഇന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോ അന്നത്തെ ഭാവനയും കണ്ടു നോക്കി ആനയുടെ പുറത്തെ സിംഹങ്ങളൊക്കെ. ഇത് നമ്മുടെ കേശവന്റെ അതുപോലത്തെ പ്രതിമയല്ലേ? കേശവൻ ശരി, അതുപോലെ ഗുരുവായൂർ കേശവന്റെ അതേപോലത്തെ. ഇത് ആനപ്പാപ്പൻ കേറണം പുറത്ത് കയറണം. നല്ല രസം അതൊക്കെ ആണല്ലേ? പിന്നെ ഇവിടെ അതുപോലെ ഓടക്കുഴൽ വെച്ചാ അതെ സന്താന ഗോപാലം ഒരു കഥ ഒരു ചിത്ര രൂപത്തിൽ കാണിച്ചിരിക്കുകയാണ്. അതിൽ ഓടക്കുഴലേക്ക് 3 രീതിയിലുള്ള 3 തരത്തിലുള്ള ഓടക്കുഴലുകൾ. അയ്യോ അത് കൃഷ്ണന്റെ അല്ലല്ലോ കൃഷ്ണന് സമർപ്പിക്കുന്നത്. അതാണ് കൃഷ്ണന് സമർപ്പിക്കുന്നത്. അതുപോലെ ഇതൊക്കെ അതുപോലെ തന്നെ ഗുരുവായൂർ ക്ഷേത്ര ശ്രീകോവിലിന്റെ ഉള്ളിലുള്ള ചുമർ ചിത്രങ്ങൾ അടർത്തിയെടുത്ത് കൊടുന്ന കേട്ടോ അതൊക്കെ. അത് കണ്ടു. പ്രദോഷ നൃത്താണത്. പഴക്കണ്ട്. കാരണം എന്താ? അതെ പഴക്കണ്ട്. അതിന്റെ പ്രത്യേകത വെച്ചാല് കീറിണ്ട് ചില ഭാഗത്തൊക്കെ. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ അതിന്റെ മ്യൂറലിന്റെ ഒരു ശക്തി നോക്കി അതിന്റെ ഒരു പ്രത്യേകത അല്ലേ? പിന്നെ ഇവിടെ പണ്ട് കാലത്ത് മാത്രല്ല, ഇത് ഇപ്പോഴത്തെ ഈ സമയത്തൊക്കെ ഉണ്ട് 4K ഫോട്ടോസ് ഒക്കെ ഗുരുവായൂരത്തെ. കൊള്ളാം. കൊടിയേറ്റും കാര്യങ്ങളൊക്കെ അടിപൊളി കേട്ടോ. അതൊക്കെ കൊടിയേറ്റ് എല്ലാം ഉണ്ട്. അതന്നെ. പിന്നെ മേളം നടക്കുന്നത്. ഇത് പുതിയതായിട്ടുള്ള പഴുക്കാമണ്ഡപമാണ്. അതെ ഇതല്ല. അതെ ഗുരുവായൂർ ഉത്സവം പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിപ്പിന്റെ ഫോട്ടോസ് അതൊക്കെ. ഈ മ്യൂറലൊക്കെ വെച്ച് എന്ത് ഭംഗിയാ കാണാൻ. നല്ല സ്റ്റൈല് മ്യൂറലുകൾ. ഈ കൃഷ്ണനെ നോക്കി. കൃഷ്ണനാണ് എന്താ മുകളിലൊക്കെ ഒക്കെ മൊത്തം മ്യൂറൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. അടിപൊളി സൂപ്പർ. ലോക ഗജ ദിനാഘോഷം 2026. ഈ ഫോട്ടോയിൽ ഇങ്ങനത്തെ കൃഷ്ണനെ വരക്കണം. അത് കൊറേ കാണാം വാട്സപ്പ് സ്റ്റാറ്റസ്. ഇതിന്റെ ആനവരയിൽ ഇട്ടിരുന്നത്. അതെ അങ്ങനെയൊക്കെ ഇത് നോക്കിയേ. അതൊക്കെ ഒരു ഈ മ്യൂറലും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇവിടെ 4-5 പേരൊക്കെ. അതെ അടിപൊളിയുണ്ട് കാണാൻ. അടിപൊളി. ഫുള്ള് മ്യൂറലും ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഗുരുവായൂർ അമ്പലത്തില് കൃഷ്ണനാട്ടം. അപ്പൊ അതിന്റെ കിരീടങ്ങളാണ് ഇതെല്ലാം. ഓരോ അവതാരങ്ങള്. ജാമ്പവാൻ, യമധർമ്മൻ, ഈ കിരീടം അതുപോലെ തന്നെ ജാമ്പവാന്റെ ഇങ്ങനത്തെ കിരീടമൊക്കെ ഉണ്ടല്ലോ. ശിവരാത്രിക്ക് ഗുരുവായൂര് അതിലുള്ള ആൾക്കാരൊക്കെ വന്ന് കളിച്ചല്ലോ. അന്ന് കൃഷ്ണനാട്ടം അതിന് ഇങ്ങനത്തെ വേഷമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. മമ്മിയൂരമ്പലത്തിൽ അതിന്റെ ലിങ്ക് അതെ. അതിൽ ഇതേപോലെ തന്നെ സംഭവമൊക്കെ കെട്ടിയിട്ടാണ്. അതേപോലെ ഇതും ഉണ്ടായിരുന്നു ഇതില്. അതെ ബ്രഹ്മാവിന്റെ ഇതൊക്കെ ഗുരുവായൂർ കൃഷ്ണാട്ടത്തിലുള്ളതാ. അതുപോലെ ഇതൊക്കെ ഇത് ഈശ്വര, ഇന്ദ്രൻ, അഗ്നി, കുബേരൻ അങ്ങനെ പലതുണ്ട്. അപ്പൊ കാലപ്പഴക്കങ്ങളുള്ളതുകൊണ്ട് തന്നെ പലതും നമുക്ക് മനസ്സിലാവില്ല. എഴുത്തൊക്കെ കണ്ടില്ല പല രീതിക്ക്. ഇതിന് അത്രയും പഴക്കെടുക്കണ്ടേ നോക്കി. ചെതല് വന്നിട്ട് പിന്നെ ഇത് കണ്ടില്ലേ മുരാസുരൻ. പിന്നെ ഇവിടെ എല്ലാ സംഭവങ്ങളും കാണാൻ തന്നെ ആൾക്കാർക്ക് 4 സൈഡിലായിട്ട് ഫാനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടുത്തെ സ്പെഷ്യല് അതുപോലെ തന്നെ കൃഷ്ണാട്ടത്തിലെ വരച്ചിരിക്കണത് പെയിന്റിങ്. പിന്നെ അതൊക്കെ കൃഷ്ണാട്ടത്തില് കൃഷ്ണന്റെ കിരീടങ്ങളാണ്. കൃഷ്ണമുടി മൊത്തം കൃഷ്ണമുടി. പിന്നെ അതുപോലെ തന്നെ പിന്നെ ഇവിടെ മെയിൻ ആയിട്ട് പറയുകയാണെങ്കിൽ നല്ല സർപ്രൈസ് ആയിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും ഭാഗ്യമുള്ള സംഭവമാണ്. അതെ, ഇത് ആദ്യകാലത്തെ പഴുക്കാമണ്ഡപമാണ്. പുരാതന ആദ്യകാലത്ത് പറയണ പോലെ എന്തൊരു ഭംഗിയാണ്. നാരായണീയം ഇതൊക്കെ ഒന്ന് കാണാൻ പറ്റാന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. നമ്മൾ അവിടുത്തെ ഫോട്ടോയിൽ കണ്ടത് ഇപ്പോഴത്തെ പഴുക്കാമണ്ഡപം. ഇത് ആദ്യകാലത്തെ പഴുക്കാമണ്ഡപം. അങ്ങനെ നമ്മള് ഈ ഭാഗമൊക്കെ ചുറ്റി വിഗ്രഹമുണ്ട്. അതെ, നമ്മൾ കറങ്ങി ചുറ്റി വരുമ്പോ തന്നെ നമുക്കിത് ഫുള്ള് കണ്ടു എല്ലാം കഴിഞ്ഞു. അവസാനത്തെ സ്ഥലത്തിലേക്ക് എത്തിക്കഴിഞ്ഞല്ലേ? ചുരുങ്ങിയ സമയം കൊണ്ട് നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ എത്തിയ പോലെ. ചേട്ടാ അത് എത്ര മാസം ഉണ്ട് ഇവിടെ? ഉണ്ട് അല്ലേ? 1 മാസം എക്സിബിഷൻ കഴിയാൻ പറ്റും. അതുപോലെ തന്നെ ഈ നാരായണീയം അതൊന്നും കാണാൻ പറ്റുമെന്ന് പറഞ്ഞ വലിയൊരു ഭാഗ്യമാണ്. അതൊക്കെ എന്തായാലും അടിപൊളിയുണ്ട്. അതിങ്ങനെ സംഭവം ചെയ്ത് സൂപ്പറായിട്ടുണ്ട്. അടിപൊളി. ഓക്കെ ചേട്ടാ, താങ്ക് യു. അനൂപ് ശരി. അപ്പൊ ഇവിടേക്ക് വരുമ്പോ പഴുക്കാമണ്ഡപം മാത്രമല്ല മെയിൻ ആയിട്ടുള്ളത് താലിയോല സംഭവങ്ങളൊക്കെ കണ്ടില്ലേ? ഗ്രന്ഥങ്ങൾ, കൃഷ്ണഗാഥ, അങ്ങനെ പല തരത്തിലുള്ള
താലിയോലകൾ ഇതൊക്കെ കാണുന്നത് എന്ത് ഭംഗിയല്ലേ. AD 1828 രചിച്ചതാണ് ഇത് സാധനം കേട്ടോ. അതെ അതെ. ഓക്കെ, കൃഷ്ണഗാഥ, അതുപോലെ തന്നെ രാമായണം, കിളിപ്പാട്ട്, അങ്ങനെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അതെ, ഭഗവത്ഗീത എല്ലാം ഉണ്ട്. ഒക്കെ താലിയോലകളൊക്കെ എല്ലാ സംഭവങ്ങളുണ്ട്. അപ്പൊ ഇതില് ഏറ്റവും വലുതായിട്ട് കാണുന്നത് മഹാഭാരതം. മഹാഭാരതം AD 1889 രചിച്ചതാണ്. മലയാളം. അമ്പലത്തിൽ നിന്ന് കൊടുന്നിട്ടുള്ള പുരാതനമായിട്ടുള്ള ഇതൊക്കെ അമ്പലത്തിന് ഇവിടെ എക്സിബിഷൻ വെച്ചിരിക്കുന്നത്. നമ്മളതിൻ്റെ ഉള്ളിൽ കയറി നമ്മളതൊക്കെ കണ്ടു. അടിപൊളിയാണ് കേട്ടോ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്തെന്ന് പറയാ, പഴുക്കാമണ്ഡപം, അതുപോലെ തന്നെ ശംഖുകള്, അങ്ങനെയുള്ളത്. അതുപോലെ തന്നെയാണ് കുറെ നമ്മുടെ എന്താ പറയാ കൃഷ്ണാട്ടത്തിന്റെ വേഷങ്ങളുള്ള കിരീടവും, കൃഷ്ണന്റെ കിരീടം, കാരണം കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ. മാല, അതുപോലെ തന്നെ വളകള്, കൃഷ്ണന്റെ വേഷം, അങ്ങനെ കുറെ സംഭവം നല്ല ഭംഗിയുണ്ട് കാണാൻ. ഇപ്പൊ പുറത്തൊക്കെ നല്ല ചൂട്, അങ്ങനെ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര ചൂടാണ്. അത് അറിഞ്ഞിട്ടാന്ന് തോന്നുന്നുണ്ട്. അകത്ത് എല്ലാ സൈഡിലും ഫാനുകൾ വെച്ചിട്ടുണ്ട് എല്ലാവർക്കും. എല്ലാ അകത്ത് തണുപ്പുണ്ട്, പക്ഷെ പുറത്ത് എന്ത് ചൂടാന്ന് ചൂടെടുത്തിട്ട് വയ്യ. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഗരുഡന്റെ കാര്യം. നല്ല ഭംഗിയുണ്ട് കാണാൻ. അതേ ഗരുഡൻ, അതേ വലിപ്പം, എല്ലാം അതേ വലിപ്പത്തിൽ പണിത സംഭവമാണിത്. നല്ല ഭംഗിയുണ്ട് കാണാല്ലേ ചാ, കൊള്ളാം. എന്തായാലും വെയിലിന് ശക്തി കൂടുന്നു. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.